വക്രതുണ്ടമഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. ആരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബാലായ നീലവപുഷേ നവകിങ്കിണീകജാലാഭിരാമ ജഗനായ ദിഗംബരായ ശാർദൂല്യ ദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷയേ നമസ്തേ. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ച ദുഗൂലചോരം അനേകജന്മാർജിതപാപചോരം ചോരാഗ്രഗണ്യം മനസാ സ്മരാമി. എല്ലാവർക്കും നമസ്കാരം. ഗീതാഗോവിന്ദം അഷ്ടപതി 6 ഇന്നിവിടെ സ്മരിക്കുന്നത്. സഖിഹേ കേശി മദനമുദാരം രമയമയാ സഹ മദനമരോരത ഭാവിതയാ സവികാരം. കൃഷ്ണ സഖിഹേ കേശി മദനമുദാരം രമയമയാ സഹ മദനമനോരഥ ഭാവിതയാ സവികാരം. നിഭൃതകുഞ്ചഗൃഹം ഗദയാ നിശി രഹസി നിലീയ വസന്തം ചകിതവലോകിത സകലദിശാരദി രഭസരസേന ഹസന്തം. കൃഷ്ണ സഖിഹേ കേശി. അല്ലയോ സഖി, ഏകാന്തമായി വള്ളിക്കൊടിൽ ചെന്നെത്തിയവളും ഭയത്തോടുകൂടി എല്ലാ ദിക്കിലേക്കും കണ്ണോടിക്കുന്നവളും മദനചിന്തയിൽ മഗ്നയുമായിരിക്കുന്ന എൻ്റെ കൂടെ രാത്രിയിൽ ഏകാന്തതയിൽ ഒളിച്ചിരുന്നു കൊണ്ട് മദനവികാരത്തോടുകൂടി രതിക്രീഡാരസം നുകർന്നുകൊണ്ട് ഹസിക്കുന്നവനും സുന്ദരനുമായ കേശിമദനനെ രമിപ്പിച്ചാലും. പ്രഥമ സമാഗമ ലജ്ജിതയാ പടുചാടുഷതൈരനുകൂലം മൃദുമധുരസ്മിത ഭാഷിതയാ ശിഥിലീകൃത ജഘനതുകൂലം. കൃഷ്ണ സഖിഹേ കേശി. അല്ലയോ സഖി, ആദ്യ സമാഗമത്തിൽ ലജ്ജ പൂണ്ടവളും പുഞ്ചിരി തൂകിക്കൊണ്ട് മൃദുവും മധുരവുമായ വാക്യങ്ങൾ പറയുന്നവളും മദനചിന്തയിൽ മഗ്നയായിരിക്കുന്നവളും ആയ എൻ്റെ കൂടെ അനേകം ചാടുവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജഘനവസനത്തെ നീക്കം ചെയ്യുന്നവനും അനുകൂലനും വികാരതരളിതനും സുന്ദരനുമായ കേശി മദനനെ രമിപ്പിച്ചാലും. കിസലയശയന നിവേശിതയാ ചിര മുരസി മമൈവ ശയാനം കൃതപരിരംഭണ ചുംബനയാ പരിരഭ്യ കൃതാധരപാനം. സഖി ഹേ കേശി. അല്ലയോ സഖി, തളിർമെത്തയിൽ കിടക്കുന്നവളും ആലിംഗന ചുംബനാദികൾ ചെയ്തവളും മദനചിന്തയിൽ മഗ്നയായിരിക്കുന്നവളുമായ എൻ്റെ കൂടെ കുറേ നേരം എൻ്റെ മാറിൽ കിടന്നവനും വികാരതരളിതനും സുന്ദരനുമായ കേശി മദനനെ രമിപ്പിച്ചാലും. അലസനിമീലിതലോചനയാ പുളകാവൃതലളിതകബോലം ശ്രമജലസകല കളേഭരയാ വരമദനമദാദതി ലോലം. കൃഷ്ണ
സഖി ഹേ കേശി. അല്ലയോ സഖി, ആലസ്യം കൊണ്ട് അടഞ്ഞ കണ്ണുകളോട് കൂടിയവളും രതിശ്രമം കൊണ്ടുള്ള വിയർപ്പ് തുള്ളികളാൽ ദേഹമാസകലം നനഞ്ഞവളും മദനചിന്തയിൽ മഗ്നയായിരിക്കുന്നവളുമായ എൻ്റെ കൂടെ പുളകം നിറഞ്ഞ് ഭംഗിയാർന്ന കവിൾ തടാകങ്ങളോട് കൂടിയവനും അതിയായ കാമവികാരത്തിൽ അതികാമനായിരിക്കുന്നവനും വികാര തരളിതനും സുന്ദരനുമായ കേശിമദനനെ രമിപ്പിച്ചാലും. കോകില കളരവ കൂജിതയാ ജിതമനസി ച തന്ത്രവിചാരം ശ്രുതകുസുമാകുല കുന്തളയാ നഖലിഖിതഘന സ്തനഭാരം സഖി ഹേ കേശി. അല്ലയോ സഖി, കുയിലിൻ്റെ കൂജനം പോലെ സീൽക്കാരം ഉതിർക്കുന്നവളും പൂക്കൾ ഉതിർന്നുപോയി അഴിഞ്ഞു കിടക്കുന്ന വാർക്കൂന്തലോട് കൂടിയവളും മദനചിന്തയിൽ മഗ്നയായിരിക്കുന്നവളുമായ എൻ്റെ കൂടെ കാമതന്ത്രങ്ങളുടെ ചിന്തയാൽ ജയിക്കപ്പെട്ട മനസ്സോടുകൂടിയവനും വികാര തരളിതനും സുന്ദരനുമായ കേശിമദനനെ രമിപ്പിച്ചാലും. ചരണരണിതമണിനൂപുരയാ പരിപൂരിതസുരദവിധാനം മുഖരവിശൃംഗല മേഖലയാ മുഖരവിശൃംഗല മേഖലയാ സകജ ഗ്രഹചുംബന ദാനം കൃഷ്ണ സഖി ഹേ കേശി. അല്ലയോ സഖി, പാദങ്ങളിൽ കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന മണിച്ചിലങ്ങളോട് കൂടിയവളും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നതും ബന്ധമറ്റതുമായ അരഞ്ഞാണങ്ങളോട് കൂടിയവളും മദനചിന്തയിൽ മഗ്നയുമായിരിക്കുന്ന എൻ്റെ കൂടെ കാമകേളികൾ എല്ലാം പൂർത്തിയാക്കിയവനും തലമുടി ഗ്രഹിച്ചുകൊണ്ട് ചുംബനം ചെയ്യുന്നവനും വികാര തരളിതനും സുന്ദരനുമായ കേശിമദനനെ രമിപ്പിച്ചാലും. രതിസുഖ സമയരസാലസയാ ധരമുകുളിത നയന സരോജം നിസഹ നിപതിതനുലദയാ മധു സൂദനമുദിത മനോജം കൃഷ്ണ സഖി ഹേ കേശി. അല്ലയോ സഖി, രതിസുഖം അനുഭവിച്ചുകൊണ്ട് അലസയായവളും തളർച്ച നിമിത്തം കുഴഞ്ഞു വീണ ലതാസദൃശയായവളും മദനചിന്തയിൽ നിഗ്നയായവളുമായ എൻ്റെ കൂടെ കുറഞ്ഞൊന്ന് കൂമ്പിയ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോട് കൂടിയവനും വീണ്ടും കാമാവേശം പൂണ്ടവനും മധുവൈരിയും വികാര തരളിനും സുന്ദരനുമായ കേശിമദനനെ രമിപ്പിച്ചാലും. ശ്രീജയദേവ ഭണിതമിത അതിശയ മധുരിഭുനിധുവനശീലം സുഖമുൽക്കണ്ഠിത രാധികയാ കഥിതം വിദനോതു സലീലം കൃഷ്ണ സഖി ഹേ കേശി. ശ്രീകൃഷ്ണനെ കാണാതെ ഉത്കണ്ഠിതയായി കഴിഞ്ഞ രാധികയാൽ കഥിക്കപ്പെട്ടതും ശ്രീകൃഷ്ണൻ്റെ ആശ്ചര്യകരമായ സുരത ക്രീഡാസ്വഭാവത്തെ വർണ്ണിക്കുന്നതും ശ്രീ ജയദേവനാൽ വിരചിതമായതുമായ ഇത് നമുക്ക് സുഖത്തെ തരട്ടെ. ഈ അഷ്ടപതി 6 കൂടി ശ്രീകൃഷ്ണനെ തൻ്റെ കൂടെ രമിപ്പിക്കുവാനായി രാധ തൻ്റെ സഖിയോട് ആവശ്യപ്പെടുന്നതാണ് ഇനിയത്തെ ഈ 6 പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനെ കാണാതെ ഉത്കണ്ഠിതയായി കഴിഞ്ഞ രാധികയാൽ കഥിക്കപ്പെട്ടതും ശ്രീകൃഷ്ണൻ്റെ ആശ്ചര്യകരമായ ഈ ക്രീഡാസ്വഭാവം ശ്രീ ജയദേവനാൽ വിരചിതമായതുമാണ്. ഇതിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ള രാധയുടെ ലജ്ജ, സ്മിതഭാഷണം, ശയ്യാനിവേശം, ആലിംഗന ചുംബനം, നേത്രനിമീലനം, സ്വേദോൽഗമനം, രതിസമയത്തുള്ള സീൽക്കാരം, കുന്തളമഴിയൽ, മഞ്ജീര സിഞ്ചിതം, മേഖലാശബ്ദം, ആലസ്യം, ശയ്യാപതനം എന്നിവ ഒരു നായികയുടെ കാമശാസ്ത്രോക്തമായ 12 അവസ്ഥകളാണ്. അവയ്ക്കനുസൃതമായി ശ്രീകൃഷ്ണൻ ചെയ്തതായി രാധ സ്മരിക്കുന്ന ചാടുവാക്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ
വിവരിച്ചിട്ടുണ്ട്. ലോകത്തോടുകൂടി ഇന്ന് ഇവിടെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കൾ ഭക്തി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഇനി സ്വസ്തി സൂക്തങ്ങൾ ചൊല്ലി ഇവിടെ സമർപ്പിക്കാം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ത്വയേദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പിന്നെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.